2025 സേവിക സംഘം താലന്ത് പരിശോധനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബൈബിൾ ക്വിസ് പോർഷനെ ആസ്പദമാക്കിയുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം: ദൈവം നമ്മെ ജനിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? ഉത്തരം: യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ ദൈവത്തിൻ്റെ കരുണാധിക്യ പ്രകാരം. രണ്ടാമത്തെ ചോദ്യം: ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചത് ആര്? ഉത്തരം: പ്രവാചകന്മാരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ്. മൂന്നാമത്തെ ചോദ്യം: ജാതികളുടെ ഇടയിൽ നമ്മുടെ നടപ്പ് നന്നായിരിക്കേണ്ടത് എന്തിന്? ഉത്തരം: നമ്മുടെ നല്ല പ്രവൃത്തികൾ കണ്ടറിഞ്ഞ് ജാതികൾ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന്. നാലാമത്തെ ചോദ്യം: സഹോദര പ്രീതിയോട് എന്താണ് കൂട്ടേണ്ടത്? ഉത്തരം: സ്നേഹം. അഞ്ചാമത്തെ ചോദ്യം: മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ കർത്താവ് എന്ത് ചെയ്യും? ഉത്തരം: ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാക്കും. ആറാമത്തെ ചോദ്യം: യോഹന്നാൻ യേശുവിനോട് കേട്ട് നമ്മെ അറിയിക്കുന്ന ദൂത് എന്ത്? ഉത്തരം: ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല. ഏഴാമത്തെ ചോദ്യം: നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ദൈവം ആരാകുന്നു? ഉത്തരം: വിശ്വസ്തനും നീതിമാനും. എട്ടാമത്തെ ചോദ്യം: പിതാവിൻ്റെ അടുക്കൽ നമുക്കുള്ള കാര്യസ്ഥൻ ആര്? ഉത്തരം: നീതിമാനായ യേശുക്രിസ്തു. ഒമ്പതാമത്തെ ചോദ്യം: ആരാണ് ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് യോഹന്നാൻ പറയുന്നത്? ഉത്തരം: നീതി പ്രവർത്തിക്കാത്തവനും സഹോദരനെ സ്നേഹിക്കാത്തവനും. പത്താമത്തെ ചോദ്യം: കയീൻ സഹോദരനെ കൊന്നത് എന്തുകൊണ്ട്? ഉത്തരം: തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റേത് നീതിയുള്ളതും ആകൊണ്ട്. 11ാമത്തെ ചോദ്യം: സഹോദരന്മാർ ജാതികളോട് ഒന്നും വാങ്ങാതിരിക്കാൻ കാരണമെന്ത്? ഉത്തരം: തിരുനാമം നിമിത്തം. 12ാമത്തെ ചോദ്യം: അപ്പസ്തോലന്മാരെ കൂട്ടാക്കാതെ അവരെ ദുർവാക്ക് പറഞ്ഞ് ശകാരിക്കുന്നത് ആര്? ഉത്തരം: ദിയോത്രേഫേസ്. 13ാമത്തെ ചോദ്യം: യൂദ ലേഖനം എഴുതിയത് ആർക്ക്? ഉത്തരം: പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്ന വിളിക്കപ്പെട്ടവർക്ക്. 14ാമത്തെ ചോദ്യം: ആരിൽ ആശ്രയിക്കരുത് എന്നാണ് മീക്ക പ്രവചനത്തിൽ പറയുന്നത്? ഉത്തരം: സ്നേഹിതനിൽ. 15ാമത്തെ ചോദ്യം: തന്നെ ചൊല്ലി സന്തോഷിക്കരുത് എന്ന് ശത്രുവിനോട് പറയാൻ കാരണമെന്ത്? ഉത്തരം: ഇരുട്ടത്ത് ഇരുന്നാലും യഹോവ വെളിച്ചമായിരിക്കുന്നതുകൊണ്ട്. 16ാമത്തെ ചോദ്യം: യാക്കോബിൻ്റെ നടുവിൽ നിന്ന് യഹോവ പറിച്ചു കളയുന്നത് എന്ത്? ഉത്തരം: അശേര പ്രതിഷ്ഠകളെ. 17ാമത്തെ ചോദ്യം: യഹോവ നിർമ്മലനായി എണ്ണാത്തത് ആരെ? ഉത്തരം: കള്ളത്തുലാസും കള്ളപ്പടികളിട്ട സഞ്ചിയുമുള്ളവനെ.
18-ാമത്തെ ചോദ്യം, യഹോവ ആരെയാണ് മഹാജാതിയാക്കുക? ഉത്തരം, അകന്നു പോയവനെ. 19-ാമത്തെ ചോദ്യം, ആരുടെ അനർത്ഥ ദിവസം കണ്ട് രസിക്കേണ്ടതല്ല എന്നാണ് യഹോവ ഏദോമിനോട് പറഞ്ഞത്? ഉത്തരം, തൻ്റെ സഹോദരനായ യാക്കോബിൻ്റെ. 20-ാമത്തെ ചോദ്യം, ഏശാവ് ഗൃഹത്തിനെ അല്ലെങ്കിൽ ഏദോമിനെ കത്തിച്ച് ദഹിപ്പിച്ച് കളയുന്നത് ആര്? ഉത്തരം, യാക്കോബ് ഗൃഹവും യോസേഫ് ഗൃഹവും. 21-ാമത്തെ ചോദ്യം, ബർണ്ണബാസിൻ്റെ ഗോത്രം ഏത്? ഉത്തരം, ലേവിയ ഗോത്രം. 22-ാമത്തെ ചോദ്യം, വാഗ്ദത്തത്തോടു കൂടെയുള്ള ആദ്യ കൽപ്പന ഏത്? ഉത്തരം, നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. 23-ാമത്തെ ചോദ്യം, ശീതോഷ്ണവാനായ സഭ ഏത്? ഉത്തരം, ലവോദിക്യ. 24-ാമത്തെ ചോദ്യം, ഇസ്രായേലിൻ്റെ ഇടം കയ്യനായ ന്യായാധിപൻ ആര്? ഉത്തരം, ഏഹൂദ് ന്യായാധിപൻ. 25-ാമത്തെ ചോദ്യം, മോശയുടെ അമ്മായപ്പനായ യിത്രോ എവിടത്തെ പുരോഹിതനായിരുന്നു? ഉത്തരം, മിദ്യാൻ. 26-ാമത്തെ ചോദ്യം, സേവികാ സംഘത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചുകൊണ്ടുള്ള കൽപ്പന ആരുടേതാണ്? ഉത്തരം, റൈറ്റ് റെവറൻ തീത്തൂസ് ദ്വിതീയൻ മെത്രാപ്പോലീത്ത. 27-ാമത്തെ ചോദ്യം, വനിതാ മന്ദിരത്തിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ ആരായിരുന്നു? ഉത്തരം, മിസ് കെല്ലവേ. 28-ാമത്തെ ചോദ്യം, വനിതാ മന്ദിരത്തിൻ്റെ ഇപ്പോഴത്തെ പ്രിൻസിപ്പാൾ ആരാണ്? ഉത്തരം, മിസ് ആനി തോമസ്. 29-ാമത്തെ ചോദ്യം, മിസ് കെല്ലവേ മെമ്മോറിയൽ ലൈബ്രറി സ്ഥാപിച്ചത് എന്ന്? ഉത്തരം, 1974. 30-ാമത്തെ ചോദ്യം, സേവികാ സംഘത്തിൽ ഇപ്പോൾ എത്ര ശാഖകൾ ഉണ്ട്? ഉത്തരം, 1014. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.